ഒരു ദൈവം ഉണ്ടെങ്കിൽ സാഡിസ്റ്റാണോ? ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്ന ഒരു രാജാവാണ്. ആരേ ഈ ദൈവം? എന്തിന്? എന്തുകൊണ്ട്? ഇന്ന് നീ ദൈവം ഇല്ലെന്ന് പറയുന്നു. ഇതേ നാവ് കൊണ്ട് ദൈവമുണ്ടെന്നും നിന്റെ നാവ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു ദിവസം വരും. ഞാൻ നീ പോയി പണിയാക്കരുത് പറഞ്ഞു. നീ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണേ, എനിക്ക് ശരിക്കും ഒന്ന് ആരാധിക്കാനാണ് കേട്ടോ എന്നിങ്ങനെ കളിയാക്കിയിട്ട് ഞാനങ്ങ് പോകും. കാരണം ഇല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വചനം പ്രഘോഷിക്കപ്പെടുന്നു, യൂത്തൊക്കെ കയറിയിട്ട് സാക്ഷ്യങ്ങൾ പറയുന്നു. ഓ, ഞാൻ ഈശോയെ അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ മാറിയത്, ഞാൻ അങ്ങനെയായിരുന്നു, ഞാനിപ്പോൾ ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞു പോയി. ഇവരോട് ദേഷ്യമാണ് ശരിക്കും. ഇവന്മാർക്കൊക്കെ ഭ്രാന്ത് അല്ലാതില്ല. നിന്നിച്ചിട്ട് കടന്നുപോയ അതേ ചാപ്പലിൻ്റെ വാതിക്കൽ അതേ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ കൂടെ പിന്നെ ഞാനൊന്ന് അടുത്ത് വന്നാൽ അതേ ക്രൂശിത രൂപം എന്നെ ആകർഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നാം. എൻ്റെ പേര് സിസ്റ്റർ ആൻസി ജോസ്. എൻ്റെ സഭ DST ആണ്. DST ഡോട്ടേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ്. ഇതൊരു ഇറ്റാലിയൻ കോൺഗ്രിഗേഷനാണ്. എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് പുളിയമല എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ CMI ഫാദേഴ്സിൻ്റെ ആശ്രമമായിരുന്നത് ഇടവകയാണ്. അതാണ് എൻ്റെ ഇടവക. ഞാൻ 8 മക്കളിൽ ഏറ്റവും ഇളയവളാണ്. എൻ്റെ അച്ഛനും അമ്മച്ചിയും 2 സഹോദരങ്ങളും ഇപ്പം ഇല്ല, മരിച്ചുപോയി. പിന്നെ എൻ്റെ ഒരു ചേച്ചി കൂടെ സിസ്റ്ററുണ്ട്. എൻ്റെ ചേച്ചിയുടെ പേര് സിസ്റ്റർ മരിയ ലിസ്. ക്ലോയിസ്റ്റർ ലൈഫാണ്. സിസ്റ്റേഴ്സ് ഇൻ ഓർഡറിലാണ് ചേച്ചി ഉള്ളത്. പിന്നെ ബാക്കിയുള്ള 6 പേരും കല്യാണമൊക്കെ കഴിച്ച് മക്കളും ഒക്കെ ആയിട്ട്, കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒരു വലിയ കുടുംബമാണ് ഞങ്ങളുടേത്. എൻ്റെ വീട്ടുപേര് പുതുപ്പറമ്പിൽ നിന്നാണ്. ഇനി എൻ്റെ സഭയെക്കുറിച്ച് പറഞ്ഞാൽ, ഇത് 1888 ഇറ്റലിയിൽ ഒരു സന്യാസ വൈദികനാൽ ഒബ്ലേറ്റ്സ് ഓഫ് വെർജിൻ മരി എന്ന് പറയുന്ന സഭയിലെ ഒരു വൈദികൻ ഫാദർ ഫെലിക്സ് പ്രണേത്തിയാൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഞങ്ങളുടെ സഭ. പിന്നെ മിഷനിൽ വേറെ കുറച്ച് സിസ്റ്റേഴ്സ് മിഷൻ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ളത്, ഞങ്ങൾക്ക് ഒറ്റപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ, ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ, അതായത് ഞങ്ങളൊരു അഡോപ്ഷൻ സെൻ്ററാണ്. അവർ ഗവൺമെൻറ് വഴി ഞങ്ങളുടെ കയ്യിലെത്തും. അവരെ സംരക്ഷിച്ച് അവരെ അഡോപ്ഷൻ കൊടുക്കും. ഒരു അഡോപ്ഷൻ ഏജൻസി, കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ അഡോപ്ഷൻ ഏജൻസി കൂടിയാണ് ഞങ്ങൾ. അങ്ങനെ അനേകം കുട്ടികളെ വളർത്തി ഓരോ പ്രത്യേക സ്ഥലങ്ങളിൽ എത്തിക്കാനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ, വിവാഹം ആഗ്രഹിക്കാത്തവർ, എന്നാൽ ഒരു സന്യാസ വിളി സ്വീകരിക്കാനും പറ്റാതെ ഉള്ളവർ ഞങ്ങളുടെ കൂടെ ഒരു തേർഡ് ഓർഡർ എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ ഞങ്ങളുടെ കൂടെയുണ്ട്. അവരുടെ ജീവിതകാലം മുഴുവനും ഞങ്ങളുടെ കൂടെയാണ്. അതിൽ കുറച്ച് പേര് മരിച്ചുപോയി. ഇപ്പോഴും ഞങ്ങൾ ചേച്ചിമാരെന്ന് വിളിക്കും. അവർ ഉടുപ്പിട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഞങ്ങളുടെ സഭയുടെ ചൈതന്യം അനുസരിച്ച് ഞങ്ങളോടൊപ്പം അവരുണ്ട്. പിന്നെ ഞങ്ങൾ വിവിധ ഇടവകകളിലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ സംരക്ഷിക്കുന്ന ഈ ശുശ്രൂഷയും, അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ചേച്ചിമാർ, ഇപ്പം അല്ലെ പെൺകുട്ടികൾ ഞങ്ങളുടെ കൂടെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ സ്ഥലത്ത്, അതായത് ചങ്ങനാശ്ശേരി രൂപതയുടെ കീഴിൽ തോട്ടയ്ക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, രാജമറ്റം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ കൃത്യമായ പേര്. ഇതിനോട് അനുബന്ധിച്ച് തന്നെയാണ് ഈ ശുശ്രൂഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ സന്യാസ ദൈവവിളിയെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് ചേരുമല്ലായിരുന്നു. എൻ്റെ ഒരു പഠനത്തിന് ശേഷം ഞാൻ PG കൂടെ ചെയ്തതിന് ശേഷമാണ് ഈ വിളി തിരിച്ചറിഞ്ഞ് ഞാൻ ഈ സന്യാസ സഭയിൽ ചേരുന്നത്. അപ്പോൾ എൻ്റെ വിളിയെക്കുറിച്ച് പറഞ്ഞാൽ, എൻ്റെ ചെറുപ്പം മുതലേ ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ഇതെന്താണ്, ഇതെന്തിനാണ്, ഇതിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും അന്വേഷിക്കുന്നത്, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അങ്ങനെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ട്. എന്ത് കിട്ടിയാലും ചോദിക്കുന്നത് എന്തിനാണ്. അങ്ങനെ അന്വേഷിച്ചത് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിൽ വന്ന് നിന്നു. പലതിനും ഉത്തരം കണ്ടെത്താൻ പറ്റി, പക്ഷേ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ജനിക്കുന്നു, കുറേ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്നു, മോശമായ രീതിയിൽ ജീവിക്കുന്നു, മരിക്കുന്നു, തീർന്നു. അതിനപ്പുറത്തേക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇത് എൻ്റെ ഉള്ളിൽ എന്നും ഒരു അന്വേഷണമായിട്ട് ഇങ്ങനെ കിടന്നു. അപ്പോൾ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ, നല്ല വിശ്വാസമൊക്കെയുള്ള, എന്നും പള്ളിയിലൊക്കെ പോകുന്ന നല്ലൊരു അച്ചാച്ചനും അമ്മച്ചിയും. അപ്പം ഞാൻ ഒരുപാട് ലാളനയേറ്റ് സഹോദരങ്ങളുടെയും അച്ചാച്ചൻ്റെ അമ്മച്ചിയുടെയും ഒക്കെ ഒത്തിരി ഇങ്ങനെ കൊഞ്ചിച്ച് വളർത്തിയ ഒരു മോളായിട്ട് തന്നെ വളർന്നത്. അപ്പം അവർ പറയുന്നത് കേൾക്കുക, അവരോടുള്ള സ്നേഹത്തെ പ്രതി അനുസരിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോവുക, ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു.
എന്തിന്, എന്തുകൊണ്ട്? പിന്നെ എന്നെ കൂടുതൽ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ദൈവം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ മനുഷ്യനൊക്കെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഒരുപാട് ദുഃഖങ്ങൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും സങ്കടം കണ്ടാൽ ഒറ്റപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ, അല്ലെ വഴിയിലൊരു ഭിക്ഷക്കാരനിരിക്കുമ്പം സങ്കടപ്പെട്ട് കരയുന്നവരെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ പിടയ്ക്കും. ഇതെന്താ ഇങ്ങനെ? ഒരു ദൈവം ഉണ്ടെങ്കിൽ സാഡിസ്റ്റാണോ? ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ മുകളിലിരുന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്ന ഒരു രാജാവാണോ? ആരാ ഈ ദൈവം? അപ്പോൾ എനിക്ക് ദൈവത്തെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു സ്നേഹം, ദൈവസ്നേഹമാണെന്ന് കരീസം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. ബട്ട് ലോകത്തിലേക്ക് നോക്കുമ്പം എന്തോ എനിക്കിത് കറസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പം ഞാനിതിനെ ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് വായിക്കാൻ തുടങ്ങി. കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കും. അപ്പം ചോദിക്കാൻ ആരോടെ ചോദിക്കുന്നവരൊക്കെ ദൈവസ്നേഹമാണ്, അത് മതി, അത്രേ ഉള്ളൂ. അപ്പം അതിനപ്പുറത്തേക്ക് എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല. അന്വേഷിച്ച് എൻ്റെ ഈ വായന ചെന്നെത്തിയത് നിരീശ്വരവാദികളുടെ പുസ്തകത്തിലാണ്. അപ്പം ഞാൻ ഏതാണ്ട് പിടിച്ച് പഠിക്കുന്ന സമയത്ത് ലൈബ്രറിയിൽ എനിക്ക് കിട്ടാവുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ച് വന്നിട്ട് A.T. കോറിൻ്റെ പുസ്തകത്തിൽ വന്നു നിന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലെ ചിന്തകളോട്, എൻ്റെ റീസണിങ്ങിനോട് എനിക്ക് കറസ്പോണ്ട് ചെയ്യുന്ന ഇതാണ്, ദൈവമില്ല, എല്ലാം ശാസ്ത്രത്തിലൂടെ തെളിയിക്കാൻ പറ്റും, അല്ലെ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ വന്നു. ദൈവം ഇല്ല എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായി. കാരണം എൻ്റെ ടെൻഷൻ പോയി. കാരണം ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരത്തില്ലല്ലോ, ദൈവമില്ല. അങ്ങനെ വന്നതിൻ്റെ വെളിച്ചത്തിൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ കൂടുതൽ വായിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു തൻ്റെ ഇടം എൻ്റെ ഉള്ളിൽ വളരാൻ തുടങ്ങി. ഒന്നിനെയും പേടിക്കാനില്ല, ആരെയും പേടിക്കാനില്ല. പിന്നെ നമുക്കൊരു ഞാൻ ചെയ്യുന്നു, എൻ്റെ ജീവിതം ഞാൻ ഗൈഡ് ചെയ്തുകൊണ്ട് പോകുന്നു, അങ്ങനെയായി. അങ്ങനെ ഒരു നിലപാടിൽ ഞാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് PDC ചെയ്യുമ്പം ഒരു ദിവസം എൻ്റെ അമ്മച്ചിക്ക് അസുഖമായിട്ട് ഞങ്ങളവിടെ കട്ടപ്പനയിലൊരു സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലുണ്ട്, അവിടെ അമ്മച്ചിയുടെ കൂടെ നിൽക്കുന്നത് ഞാനാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ കട്ടപ്പനയിൽ ഒരു കരിസ്മാറ്റിക് കൺവെൻഷൻ നടന്നു. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബന്ധത്തിലുള്ള ഒരു അമ്മച്ചിക്ക് ഈ ധ്യാനത്തിൽ ഉണ്ടായ ഈ സുതിപ്പുകളുടെ ഇടയ്ക്കൊക്കെയാണെന്ന് തോന്നുന്നു, ഒരു മാനസികമായിട്ട് അസ്വസ്ഥതയുണ്ടായി. ഇതേ ഹോസ്പിറ്റലിലേക്ക് ആളെ കൊണ്ടുവന്നു. അപ്പം ഇവളെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം കരിസ്മാറ്റിക് ധ്യാനം കൂടി ഒരാൾക്ക് ഭ്രാന്തായി എന്നുള്ളൊരു കൺസെപ്റ്റാണ് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കത്തിയത്. ഞാൻ ഇവളുമായിട്ട് തർക്കിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ ആവശ്യമില്ലെന്ന്, ദൈവം ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ ഇല്ലാത്തതിൻ്റെ പുറകെ പോയി ഇപ്പോൾ കണ്ടില്ലേ ഭ്രാന്തായില്ലേ. അപ്പം ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ഭയങ്കര ഡയലോഗ് അവിടെ നടക്കുക. അപ്പം ഇതെൻ്റെ അമ്മച്ചി കേൾക്കുന്നുണ്ട്. അമ്മച്ചി ഇത് കേട്ടു, ഓവർ ഹിയർ ചെയ്തിട്ട് എന്നെ വിളിച്ചപ്പം ബ്രേക്കായി. ഞാൻ ബ്രേക്കായി പോകാൻ തുടങ്ങുമ്പം ഇവളെന്നോട് ഒരു കാര്യം പറഞ്ഞു. ഇന്ന് നീ ദൈവം ഇല്ലെന്ന് പറയുന്നു, ഇതേ നാവ് കൊണ്ട് ദൈവമുണ്ടെന്നും നിൻ്റെ നാവ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്ന ഒരു ദിവസം വരും. അപ്പം ഞാൻ നീ പോയി പണിയോക്കടിയെന്ന് പറഞ്ഞു. എനിക്കതേ പറയാനുള്ളായിരുന്നു. അതിനുശേഷം പിന്നെ ഇങ്ങനെ ഞാൻ എൻ്റെ PDC കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തൊടുപുഴയിലാണ് എൻ്റെ ഡിഗ്രി ചെയ്തത്. അതിനുശേഷം പിന്നെ ഒരു കല്യാണാലോചനകളുടെ ഒരു വലിയ ബഹളമായിരുന്നു വീട്ടിൽ. അപ്പം ദൈവം അനുഗ്രഹിച്ച് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുണ്ട്. അപ്പം ഇനിയും ഏതായാലും നീ പഠിച്ച് വരുമാനം ഉണ്ടാക്കി കൊണ്ടുവന്ന് ജീവിക്കേണ്ട ഒരു ഗതികേടൊന്നും നമുക്കില്ല, അതുകൊണ്ട് കെട്ടിച്ചു വിടാമെന്നുള്ളൊരു ഇതിലാണ് വീട്ടിലെല്ലാവരും, ആങ്ങളമാരും എല്ലാം. അപ്പോൾ കല്യാണങ്ങളൊക്കെ ഇവർ ആലോചിച്ച് കൊണ്ടുവരുന്നത് അവർക്ക് അവരുടെ സ്റ്റാറ്റസിന് ഉതകുന്ന, അല്ലെങ്കിൽ പരിചയം, ഇങ്ങനെ ബ്രോക്കേഴ്സ് വഴിയൊന്നുമല്ല, നേരിട്ടറിയാവുന്ന ഫാമിലിയിൽ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പം എനിക്ക് കല്യാണം ഇഷ്ടമാണ്, കുടുംബജീവിതം ഇഷ്ടമാണ്. അപ്പം എനിക്ക് അതേക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, നല്ലൊരു കുടുംബം, മക്കൾ, ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എന്നെ കാണാനായിട്ട് ഒരാൾ വരുമ്പം എന്തോ എൻ്റെ ചങ്കിനകത്തൊരു വിഷമമാണ്, എനിക്കറിയില്ല അതെന്താന്ന്. അപ്പം എന്തോ ഒരു ഭയങ്കര വിഷമം. യേസ് പറയാൻ എനിക്ക് പറ്റുന്നില്ല. കാണാൻ നല്ല മിടുക്കന്മാർ, അല്ലെങ്കിൽ നല്ല ഫാമിലിയിൽ നല്ല വിദ്യാഭ്യാസമുള്ളൊരു ജോലിയുള്ളവരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഏകദേശമൊക്കെ പറഞ്ഞു ഒരു 10-25 നോ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം ഞാൻ കണ്ടുപിടിക്കും. അവൻ്റെ പല്ല് കണ്ടില്ലേ, അവൻ്റെ പാൻറ്റിൻ്റെ കളറ് കണ്ടില്ലേ, അല്ലെങ്കിൽ അവൻ വന്ന വണ്ടി കണ്ടില്ലേ, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ഞാൻ കണ്ടുപിടിക്കും, നോ പറയും. അപ്പം എൻ്റെ ബ്രദേഴ്സ് അങ്ങ് ഫെഡപ്പായി. ആദ്യമൊക്കെ അവരെന്നെ ഓക്കെടി എന്നാൽ വേറെ അന്വേഷിക്കാം, അങ്ങനെയായി. പക്ഷെ അവസാനം അവരങ്ങ് ഫെഡപ്പായി. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഒരു ഭൂലോക രംഭ ഇങ്ങനെ വന്നിരിക്കുന്നത്, നിനക്ക് എവിടുന്നാണ് പോയി കൊണ്ടുവരുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ PG ഒന്ന് ചെയ്തോട്ടെ, എനിക്കൊരു ജോലി ആവട്ടെ, എന്നിട്ട് ഞാൻ സമ്മതിക്കാം, നിങ്ങൾ പറയുന്നയാളെ ഞാൻ കല്യാണം കഴിച്ചോളാം. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് PG ചെയ്താൽ ഒരു ജോലി കിട്ടും, അപ്പോൾ അത് കഴിഞ്ഞിട്ടാകാം എന്നുള്ള ഒരു ചിന്തയിൽ
ഞാൻ PGക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് പ്രഷർ കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ആർക്കും അത് താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും എൻ്റെ ഒരു ചേച്ചിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞങ്ങൾ അന്വേഷിച്ചു. അപ്പം എന്താണ് സാധാരണ കോളേജിലെല്ലാം അഡ്മിഷൻ ക്ലോസ് ആയ സമയമായി. പിന്നെ ഞാൻ പ്രൈവറ്റായിട്ട് പാലായിലെ സെൻറ്റ് മേരീസ് എന്ന് പറയുന്ന കോളേജിൽ വന്ന് ചേർന്നു. അവിടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ കാർമൽ ഹോസ്റ്റൽ, അന്ന് BEd കോളേജിൻ്റെ ഹോസ്റ്റലാണത്. പാലായിലെ കാർമൽ ഹോസ്റ്റലിൽ അവിടെ താമസിച്ചുകൊണ്ട് കോളേജിൽ പോകാൻ തുടങ്ങി. അപ്പോൾ പാലായിൽ പഠിക്കാൻ വന്ന ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഞാൻ പറയല്ലോ ഹോസ്റ്റലിലാണ് നിന്നത്. അപ്പോൾ ഹോസ്റ്റലിലെ കാര്യം നമുക്കറിയാം, സിസ്റ്റേഴ്സിൻ്റെ കൂടെ CMC സിസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠയുണ്ട്. ഇത്ര സമയത്ത് എണീക്കണം, പള്ളിയിൽ നിർബന്ധമായിട്ട് പോകണം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് ആണെങ്കിൽ കുർബാനയിൽ പങ്കെടുക്കണം, കൂദാശകൾക്കൊക്കെ പ്രസൻ്റ് ആയിരിക്കണം, അങ്ങനെ. അപ്പോൾ എനിക്ക് പൊതുവേ ഒരു ഇതുണ്ട്, ഞാൻ ഒന്നിലും മോശമല്ലാന്ന് എനിക്ക് തെളിയിക്കണം, അതിൽ ഒന്നിലും പിന്നിൽ നിൽക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എല്ലാ കുർബാനയ്ക്കും ഞാൻ പോകും, എല്ലാ കാര്യം കുമ്പസാരിക്കണമെങ്കിൽ കുമ്പസാരിക്കും, കുർബാനയ്ക്കൊക്കെ ശുശ്രൂഷയാണെങ്കിൽ ആകും, എല്ലാ കാര്യത്തിനും ഞാനുണ്ട്. അപ്പോൾ കാരണം എനിക്ക് സിസ്റ്ററിൻ്റെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം, ഹോസ്റ്റലിലെ ഏറ്റവും ബെസ്റ്റ് ഞാനായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി ഞാൻ പോകുമ്പോൾ ഞാൻ തിരിച്ചോർക്കുകയാണ്, വിശ്വാസം എന്ന് പറയുന്ന ഇല്ല, എനിക്ക് ദൈവമില്ല. അങ്ങനെ ഈ രണ്ടിനും ഇടയ്ക്ക് ശരിക്കും ഭംഗിയായിട്ടൊരു മുഖംമൂടിയൊക്കെ ഇട്ട് ഞാനിങ്ങനെ എല്ലാവരുടെയും മുൻപിൽ നല്ല മിടുക്കിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, എൻ്റെ റൂമിലേക്ക് എനിക്ക് പാസ് ചെയ്യണമെങ്കിൽ ഈ ചാപ്പലിൻ്റെ മെയിൻ ഡോർ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അത് പാസ് ചെയ്തിട്ട് വേണം എനിക്ക് എൻ്റെ റൂമിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ മെസോളിലേക്ക് പോയാലും, ഇപ്പോൾ വാർഡനെ കാണാൻ പോയാലും, പുറത്തേക്ക് പോകുമ്പോഴും എല്ലാം ഈ വാതിൽ ക്രോസ് ചെയ്ത് വേണം എനിക്ക് പോകാൻ. അപ്പം വാർഡൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ കർത്താവുണ്ട്, അതുകൊണ്ട് ആരാണെങ്കിലും അവിടെ ഒന്ന് വണങ്ങിയിട്ട് പോകണം എന്ന് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ റൂമിൽ നിന്ന് ഞങ്ങളെ കാണാം ഇങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ ജനലിൻ്റെ കർട്ടൻ അല്പം നീങ്ങിയിട്ടുണ്ട്, സിസ്റ്ററിന് കാണാമെന്ന് ഉറപ്പാണ്. അപ്പം ഞാൻ ആ ചാപ്പലിൻ്റെ നേരെ വരുമ്പം ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കും. അപ്പോൾ സിസ്റ്ററിൻ്റെ വിൻഡോ കർട്ടൻ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചിട്ട് പറയും, നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ, എനിക്ക് ശരിക്കും ഒന്ന് ആരാധിക്കാനാണ് കേട്ടോ എന്നിങ്ങനെ കളിയാക്കിയിട്ട് ഞാനങ്ങ് പോകും. കാരണം ഇല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ കളിയാക്കി ഒരു 2 വർഷമാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ ഒരു വർഷം മുഴുവൻ ഞാൻ അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം ഞാൻ ഹോസ്റ്റലിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റാണ്, സിസ്റ്ററിന് ഏറ്റവും പെറ്റാണ്. എന്തെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട കാര്യം വന്നാൽ ആദ്യം എന്നെ വിളിക്കും, അൻസിങ് വന്ന് ഇതൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പാലാ സെൻറ്റ് തോമസ് കോളേജിൽ വെച്ച് 88 ജീസസ് യൂത്തിൻ്റെ ഒരു കൺവെൻഷൻ നടക്കുവാണ്. ഞങ്ങളിത് കോളേജിൽ അറിഞ്ഞായിരുന്നു, ഇങ്ങനെ കൺവെൻഷൻ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു. ഏതായാലും ഞാൻ പോകുന്ന പ്രശ്നമില്ല, കാരണം എനിക്കത് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് വാർഡൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അൻഷി ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ഇവിടുന്ന് ഒരു 25 കുട്ടികളുണ്ട്, അവരെ നിൻ്റെ നേതൃത്വത്തിൽ നീ കൺവെൻഷന് കൊണ്ടുപോകണം. കാരണം നിൻ്റെ കൂടെ വിട്ടാൽ എനിക്ക് ഉറപ്പാണ്, അവിടെ എല്ലാവരും വരുന്നതാണല്ലോ, മിങ്കിൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നീ അവരെ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ട് 25 പേരെ എന്നെ ഏൽപ്പിച്ച് വിടാൻ സിസ്റ്റർ തീരുമാനം. എനിക്ക് നോ പറയാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഗുഡ് നെയിം എനിക്ക് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ. ഞങ്ങൾ രാവിലെ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുമ്പം സിസ്റ്റർ എൻ്റെ കയ്യിൽ ഒരു കവർ തന്നിട്ട് പറഞ്ഞു, ഇന്ന് ധ്യാനിപ്പിക്കാൻ വരുന്ന അച്ഛൻ്റെ കയ്യിൽ ഈ ലെറ്റർ ഈ കവറൊന്ന് കൊടുത്തേക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, കൊടുത്തേക്കാം. ഞങ്ങൾ പോയി, എനിക്ക് എൻ്റെ കണക്ക് തെറ്റിയില്ലെങ്കിൽ ഏകദേശം ഞങ്ങളൊരു 2000-ഓളം യൂത്ത് ഉണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ വചനം പ്രഘോഷിക്കപ്പെടുന്നു, യൂത്തൊക്കെ കയറിയിട്ട് സാക്ഷ്യങ്ങൾ പറയുന്നു. ഞാൻ ഈശോയെ അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ മാറിയത്, ഞാൻ അങ്ങനെയായിരുന്നു, ഞാനിപ്പോൾ ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞു പോയി. എനിക്ക് ഇവരോട് ദേഷ്യമാണ് ശരിക്കും, യുവന്മാർക്കൊക്കെ ഭ്രാന്ത് അല്ലാതെ എന്താ. അപ്പോൾ ഇങ്ങനെ ഈ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഈ ആദ്യത്തെ ദിവസം മറ്റൊരു കാര്യമുണ്ട്, ഈ ലെറ്റർ കൊടുക്കണം അച്ഛന്. അപ്പോൾ ഈ അച്ഛൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഈ അച്ഛൻ ഭയങ്കര പഴയ, നമുക്കറിയായിരിക്കും, ഏഞ്ചൽ വോയിസിൻ്റെ ഡയറക്ടറായിരുന്ന കുര്യാക്കോസ് കച്ചിറമറ്റ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ കാണാനും ഭയങ്കര മിടുക്കനാണ്, പാട്ടും ഭയങ്കര സുന്ദരമാണ്. ഈ അച്ഛൻ്റെ ക്ലാസ് കഴിഞ്ഞ് പിള്ളേരെല്ലാം കൂടെ അച്ഛനെ ഇങ്ങനെ കൂടി കവർ ചെയ്ത് ഇങ്ങനെ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞ് അച്ഛനെ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ രാജാവായിട്ട് നിൽക്കുന്നു. എനിക്ക് ലെറ്റർ കൊടുക്കണം. ഞാൻ ചെന്നിട്ട്
എൻ്റെ സർവ്വ അഹങ്കാരം എടുത്തിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങോട്ട് മാറി. ഞാൻ ഒരു ലെറ്ററുണ്ട് സിസ്റ്റർ തന്നാന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോന്നു. ഞാൻ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. ലാസ്റ്റ് ദിവസം ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നോർത്ത് ഞാൻ ഇരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ദിവസം നമുക്കൊക്കെ അറിയാമായിരിക്കും, ഈ ജീസസ് യൂത്തിൻ്റെ ആദ്യ ആൾക്കാരിൽ ഒരാൾ ആലിസൂട്ടി ചേച്ചി അന്ന് ലാസ്റ്റ് ഏതാണ്ട് കൺക്ലൂഷൻ ടൈമായി. എനിക്ക് ആശ്വാസമായി, ഇതിപ്പം തീരുമല്ലോ, രക്ഷപ്പെട്ട് പോകാമല്ലോ എന്ന് ഓർത്തിരിക്കുമ്പം ചേച്ചി സ്റ്റേജിലോട്ട് കയറിയിട്ട് ഏഷ്യ 6:8 ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക. ഞാൻ എൻ്റെ മനസ്സിൽ നിങ്ങളാരേലും വേണ്ടി ഇപ്പം എനിക്ക് തന്നെ നിങ്ങളാരേലും പറഞ്ഞു കിട്ടും അങ്ങനെ പറഞ്ഞിട്ട് അതായത് ഒരു ഇത്തിരി സെൽഫ് ടോക്കിംഗ് ആണ്, ഇങ്ങനെ പുച്ഛിക്കാൻ അങ്ങനെ. ഒന്ന് കഴിഞ്ഞ് ഒരു ഭയങ്കര സൈലൻസ്, പിള്ളേരാരും അനങ്ങുന്നില്ല, ഒരു ഭയങ്കര സൈലൻസ്. സെക്കൻഡ് ടൈം ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക. വിശ്വ ഇതിനൊക്കെ നിർത്തിയിട്ട് പോകാൻ വയ്യേ. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത ടോക്ക്. തേർഡ് ടൈം ഒരു പോസിന് ശേഷം തേർഡ് ടൈം ആരെയാണ് ഞാൻ, അപ്പോൾ ചേച്ചി ഇങ്ങനെ ചങ്കു പൊട്ടിയാണ് പറയുന്നത്, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക. അപ്പം ഞാൻ അന്നേരം കാണുന്നത്, ഞാൻ ഇരിക്കുന്നിടത്തുനിന്ന് ഞാൻ പൊങ്ങുക. ഞാൻ ഏതാണ്ട് ഒരു മിഡിലായിട്ടാണ് എൻ്റെ എനിക്കെല്ലാം ഡെസ്കും ബെഞ്ചും ആയിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ പൊങ്ങുക. അപ്പം ഞാനൊരു കുറച്ച് പൊങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവെയറായി. ഞാനോ പൊങ്ങുന്നു, ഇതിൻ്റെ നടുക്ക് നാണക്കേടുന്നു. ഞാൻ ഡെസ്കിൻ്റെ അടിയിൽ കൂടെ കൈയിട്ടിട്ട് എൻ്റെ സകല ശക്തി എടുത്തിട്ട് ഞാൻ മുറുക്ക പിടിച്ച് പൊങ്ങാതിരിക്കാൻ. അതായത് ഞാൻ ഇന്നും ഓർക്കുന്നു, എൻ്റെ കൈ വേദനിക്കുന്ന അത്രയും ബലത്തിൽ ഞാൻ എന്നെ അവിടെ പിടിച്ചിരുത്തി ഞാൻ ജയിച്ചു. ഞാൻ പൊങ്ങിയില്ല. പിന്നെ ആര് പൊങ്ങിയില്ലെന്നോ അതൊന്നും എനിക്കറിയില്ല. കാരണം ഇത്ര നാണം കെട്ടിയ ഒരു പണിക്ക് ഞാനില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ വന്ന് ഞങ്ങൾ ഒരു 6 മണി വരെ എല്ലാം നോർമലായിട്ട് പോയി. നൈറ്റ് പ്രെയർ കഴിഞ്ഞ് എല്ലാവരും അകത്ത് കയറി കിടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിന് ഭയങ്കരമായ അസ്വസ്ഥതയാണ്. എനിക്കൊരിക്കലും തോന്നാത്ത രീതിയിലുള്ള ഭയങ്കര അസ്വസ്ഥതകൾ. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ റൂംമേറ്റ് ഒരു ഡോക്ടറിൻ്റെ പെങ്ങളാണ്, ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ അവളെന്നോട് ചോദിക്കും, നിനക്ക് എന്നാ പറ്റി, നിനക്ക് വയറുവേദനയാണോ തലവേദനയാണോ നിനക്ക് എന്നാ. പക്ഷേ എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. അങ്ങനെ ഒരു 5 ദിവസങ്ങൾ കടന്നു പോവുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. ഈ 5ാമത്തെ ദിവസം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, ഞാൻ ഇങ്ങനെ പോയാൽ എനിക്ക് ശരിക്കും ഞാൻ അബ്നോർമലാകും. അതായത് ഉറങ്ങാൻ പറ്റാതെ, ഒന്നിലും സ്റ്റേബിളായിട്ട് ചിന്തിക്കാൻ പറ്റാതെ, ഒന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഞാൻ അബ്നോർമലാകും. അപ്പോൾ ഇവളിതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് വരെ തന്നു, നീ ഇത് കഴിക്കുക, ഒരെണ്ണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങ്. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഗുളിക കഴിച്ചിട്ട് ഞാൻ ഉറങ്ങുന്നില്ല. അപ്പോൾ ചുമ്മാ എനിക്ക് തോന്നുകയാണ്, ഞാനിങ്ങനെ ഫയലൊക്കെ എടുത്ത് വെച്ചിട്ട് ചുമ്മാ അങ്ങോട്ട് എഴുതാൻ തുടങ്ങി. എഴുതുക എന്ന് പറഞ്ഞാൽ ഇന്നും എന്താ എഴുതിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്കൊന്ന് എഴുതാം. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ചിന്തകൾ, ഞാൻ ചെയ്തത്, എൻ്റെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം ഞാൻ അങ്ങ് എഴുതി, പേപ്പറിലേക്ക് അങ്ങ് എഴുതി. ഞാൻ പേജ് നമ്പർ 33 എന്നിട്ടത് ഓർക്കുന്നുണ്ട്. അവിടെ വന്നപ്പോൾ തീർന്നു. അതായത് അതിനകത്ത് എൻ്റെ മുഴുവൻ ലൈഫുണ്ട്, എൻ്റെ പാവങ്ങളുണ്ട്, എൻ്റെ ആഗ്രഹങ്ങളുണ്ട്, നിരാശകൾ എല്ലാം ഉണ്ട്, അതിനകത്ത് സന്തോഷങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു എന്തോ ഒരു സാധനം ഉള്ളിൽ നിന്ന് അങ്ങ് പോയണക്ക് തോന്നി. അത് ഞാൻ ഓർത്ത് ഇനി ഇതെന്നാ ചെയ്യും, ഓക്കെ നാളെ വേസ്റ്റ് കത്തിക്കുന്ന കൂട്ടത്തിൽ കത്തിക്കാം, അങ്ങനെ ഓർത്ത്. എന്നിട്ട് ഞാൻ അന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റപ്പം ഈ കച്ചറമറ്റ അച്ഛൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഞങ്ങൾ ആ ഹോസ്റ്റലിലുണ്ട്. സിസ്റ്ററാണ്, CMC സിസ്റ്ററാണ്. സിസ്റ്റർ അവിടെയുണ്ട്. അപ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ, അപ്പം ഞങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനം പറയാനൊക്കെ വരും. അപ്പോൾ രാവിലെ വന്ന് വെച്ച്, ഇന്ന് പള്ളിയിൽ പോകുന്നില്ലേ, റീഡിങ് കൊച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഈ സിസ്റ്റർ ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, അച്ഛനൊന്നും അവിടെ ഒന്ന് വലിയ വലിച്ചുകീറി വലിയ പ്രസംഗമൊക്കെ ചെയ്യുന്ന കണ്ടല്ലോ, ഇത് അങ്ങേർക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്തേക്കാം, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ അഡ്രസ്സ് അറിയണ്ടേ. അപ്പം ഞാൻ ന്യൂട്രലിലെ സിസ്റ്ററിനോട്, സിസ്റ്ററെ ആ അച്ഛൻ്റെ പേരെന്നാ, ഏത് പള്ളിയിലാണ്, അഡ്രസ്സ് ഞാൻ സിസ്റ്റർ അറിയാതെ സ്വന്തമാക്കി. എന്നിട്ട് ഇത് മുഴുവനും കൂടെ പിറ്റേ ദിവസം ഒരു കവറിലാക്കി ഞാൻ അച്ഛൻ്റെ അഡ്രസ്സിൽ അയച്ചു കൊടുത്തു. ഞാൻ അങ്ങനെ ആ ലെറ്റർ അയച്ചതിന് ശേഷം പിന്നെ എൻ്റെ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞെങ്കിലും എനിക്കൊന്നും മനസ്സിലാകാത്ത ഒരു ശൂന്യതയുടെ ഒരു അവസ്ഥയിൽ ഞാനിങ്ങനെ പോകുമ്പം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് കാണും. അന്ന് ഞങ്ങളുടെ അവിടുത്തെ കുമ്പസാരത്തിൻ്റെ ദിവസമാണ്. അന്ന് കുമ്പസാരിപ്പിക്കാൻ അച്ഛൻ വരുമെന്ന് പറഞ്ഞ്
അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുമ്പസാരിക്കാൻ പോയപ്പോൾ സാധാരണ ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞു അത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുമ്പസാരിച്ചിട്ട് പോരാറുണ്ട്. പക്ഷെ അന്ന് കുമ്പസാരിക്കാനായിട്ട് ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നെ ഇങ്ങനെ വിറയ്ക്കുവാണ്. എനിക്ക് അതൊരു വലിയ കൊറിഡോറിൽ അതിൻ്റെ അങ്ങേ അറ്റത്താണ് കുമ്പസാരക്കൂടുള്ളത്. അപ്പം ഞാനിങ്ങനെ നടന്നു പോകുമ്പം എനിക്കങ്ങ് ഭയങ്കരമായിട്ട് എനിക്കെന്തോ ഒരു ഭയങ്കര ടെൻഷനാണ്, എന്നെ വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ നോക്കുന്നത് കുമ്പസാരക്കൂട്ടിനകത്ത് എനിക്ക് അച്ഛൻ ഇരിക്കുന്ന കാണാം. ഈ അച്ഛനാണ്, ഞാൻ എഴുത്തയച്ചോ ആ അച്ഛൻ തന്നെ കുമ്പസാരിപ്പിക്കാനിരിക്കുന്നു. അപ്പോൾ എൻ്റെ സകല ശക്തിയും പോയിട്ട് ഞാൻ ഇന്ന് ഓർക്കുന്നു, ഇങ്ങനെ ഓരോ അഴിയും ബലമായിട്ട് പിടിച്ച് എൻ്റെ ടേൺ വന്നപ്പം ഞാൻ ചെന്ന് മുട്ടുകുത്തിയത് എനിക്കറിയാം. പിന്നെ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ പറയാൻ കിട്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ ചോദിച്ചു, മോളെ എന്ത് പറ്റി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. വീണ്ടും അച്ഛൻ വിളിച്ചു, മോളെ എന്ന് വിളിച്ചു. ആ ഒരു വിളി എനിക്ക് എവിടെയോ എൻ്റെ ഉള്ളിലൊന്നും ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് ടച്ച് ചെയ്യുവാണ്. അങ്ങനെ അപ്പം ഞാൻ ഓർത്തു, എന്നെ അറിയില്ലാത്ത, ഞാൻ ആരാണെന്നറിയില്ലാത്ത അച്ഛൻ എന്താ ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഒരു ധൈര്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛനൊരു എഴുത്ത് കിട്ടിയോ, കുറേ പേപ്പറുകൾ കിട്ടിയോ എന്ന് ഞാൻ ചോദിച്ചു. അത് എഴുത്തെന്ന് പറഞ്ഞിട്ട് കുറേ പേപ്പറുകൾ കിട്ടിയെന്ന് പറഞ്ഞു. അത് ഞാൻ എഴുതിയെന്ന് പറഞ്ഞു. ഒരു 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 സെക്കൻഡ് സൈലൻസിൽ അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അപ്പം ഞാനും ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ നീ നഷ്ടപ്പെട്ടു പോയതായിരുന്നു, പക്ഷേ ഇന്ന് ഈശോയ്ക്ക് നിന്നെ തിരിച്ചു കിട്ടി. ഇന്നത്തെ കുർബാനയാണ് മോൾക്ക് എനിക്ക് ആ എഴുതിയതിന് മുഴുവനുമുള്ള, അല്ലെങ്കിൽ നിൻ്റെ കുമ്പസാരത്തിനുള്ള പരിഹാരം അതാണ്. ഇന്നത്തെ ബലി മോൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ തിരിച്ചു വന്നതിൻ്റെ ആഘോഷമാണ് ഇന്നത്തെ കുർബാന എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വീണ്ടും മുട്ടുകുത്താൻ പറഞ്ഞ് ഞാൻ മുട്ടുകുത്തി, എന്നെ ബ്ലെസ് ചെയ്ത് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ വിട്ടു. അപ്പോൾ അന്നത്തെ ബലി ഞാൻ എൻ്റെ ഈ ജീവിതകാലത്ത് മുഴുവനും ബലിയിൽ പങ്കുചേർന്നിട്ടുണ്ടെങ്കിലും അന്ന് ബലി അർപ്പിച്ചപ്പം, അപ്പോൾ ഇന്ന് ഈശോ എനിക്ക് വേണ്ടിയിട്ട് ബലി അർപ്പിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം. അപ്പം ശരിക്കും ആ ഒരു കുമ്പസാരത്തിലും ഈ ഒരു ബലിയിലും ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിലേക്ക് ഈശോ രക്ഷകൻ, വിമോചകൻ, സ്വാതന്ത്ര്യം തരുന്നവൻ എന്നൊക്കെയുള്ള ഒരു അനുഭവം, അത് ചിന്തയല്ല, ഒരു അനുഭവം എൻ്റെ ഉള്ളിലേക്ക് വരുവാണ്. അന്ന് കുർബാന സ്വീകരിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നു. കുർബാനയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞ് ഈശോ എൻ്റെ ഉള്ളിലേക്ക് വന്നു എന്നുള്ള ഒരു വലിയ സന്തോഷമാണ് ഞാൻ അനുഭവിക്കുന്നത്. പിന്നെ അതോടുകൂടി ഞാൻ പതുക്കെ എൻ്റെ ജീവിതം തിരിയാൻ തുടങ്ങുവാണ്. ആ ഒരു കുമ്പസാരത്തിന് ശേഷം ഞാൻ മാറുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ പിന്നീട് നിന്ദിച്ചിട്ട് കടന്നുപോയ അതേ ചാപ്പലിൻ്റെ വാതിക്കൽ, അതേ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ കൂടെ പിന്നെ ഞാനൊന്ന് അടുത്ത് വന്നാൽ അതേ ക്രൂശിത രൂപം എന്നെ ആകർഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നുക. പണ്ട് ഞാൻ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് തലകുനിച്ച് പോയെങ്കിൽ പിന്നെ എനിക്ക് ആ ചാപ്പലിനകത്തോട്ട് കയറി പോകാതെ കടന്നു പോകാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, എനിക്ക് എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടിയാലും ഞാൻ ഓടും. അതായത് ആരോ എന്നെ വലിച്ചുകൊണ്ട് പോകുന്ന കണക്ക് ഞാൻ ഈ കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ, ആ ചാപ്പലിൽ ആൾത്താരയ്ക്ക് മുമ്പിൽ പോയി വെറുതെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ഈശോയുടെ ഒരു സ്നേഹം എൻ്റെ ഉള്ളിൽ നിറയുന്നതാണ്. എൻ്റെ എംപ്റ്റിനെസ് മുഴുവനും ഈ കുരിശിത രൂപത്തിൽ നിന്നുള്ള എന്തോ എനിക്ക് സ്നേഹമെന്ന് പറയാനേ അറിയത്തുള്ളത്. ആ സ്നേഹം കൊണ്ട് എൻ്റെ മനസ്സ് മുഴുവൻ നിറയുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ കിട്ടുന്ന സമയം എനിക്ക് പോരാതെ വരുക. രാത്രിയിലൊക്കെ പോയി ഇരിക്കാനായിട്ടൊരു പ്രേരണ വരും. അപ്പോൾ ചില രാത്രികളിലൊക്കെ ഞാൻ ഇങ്ങനെ പോയിരുന്ന കൊച്ചു വെട്ടത്തിൻ്റെ ആ വെളിച്ചത്തിൽ ഈശോയെ നോക്കിയിരിക്കും. അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ നിറയും. അങ്ങനെ കുറേ ദിവസങ്ങൾ പോയതിന് ശേഷം പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ഇത് നിറയാൻ തുടങ്ങി. നിറഞ്ഞ് ഇതിങ്ങനെ നമുക്കിപ്പോൾ അറിയാം, ഒരു പാത്രം നിറഞ്ഞിട്ട് ഒഴുകുന്നത് പോലെ ഒരു അനുഭവത്തിലേക്ക് ഞാൻ വരുവാണ്. അപ്പോൾ ആരോടെങ്കിലും ഇത് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഹോസ്റ്റലിൽ തന്നെ കുട്ടികളോട്, വിഷമിച്ചിരിക്കുന്നവരുടെ അടുത്തേക്ക് ഞാൻ പെട്ടെന്ന് ചെല്ലും. എന്നാ പറ്റിയെന്ന് ചോദിക്കും. എങ്ങനെയെങ്കിലും ഈശോ ഒരു അവസരം ഉണ്ടാക്കി തരുന്നതായിട്ട് എനിക്ക് തോന്നുകയാണ് ഈശോയെക്കുറിച്ച് പറയാൻ. അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ എൻ്റെ ജീവിതം മൊത്തം മാറുവാണ്, എൻ്റെ ചിന്തകൾ മാറുവാണ്, എൻ്റെ ഡ്രസ് കോഡ് മാറുവാണ്, എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറുവാണ്.
ഇതൊന്നും ഞാൻ അറിയാതെ എന്നിൽ വരുന്ന മാറ്റങ്ങളാണ്. പിന്നീട് ഞങ്ങൾ ഈ സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ കോളേജിൽ ജീസസ് യൂത്തിൻ്റെ ഗ്രൂപ്പ് തുടങ്ങുന്നു. അവരുമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയുള്ള സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അതൊരു വലിയ അനുഭവമായിട്ട് മാറും എനിക്ക്. അപ്പം തിരിച്ച് ചിന്തിക്കുമ്പം ദൈവം ഇല്ലെന്ന് പറഞ്ഞത് ഓർക്കുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ഈശോയോട് ക്ഷമ ചോദിക്കും. ഈശോ, നീ ഉണ്ടായിട്ട്, എൻ്റെ കൂടെ ഉണ്ടായിട്ട് എനിക്ക് നിന്നെ തിരിച്ചറിയാൻ പറ്റാതെ പോയല്ലോ എന്നുള്ളൊരു ഭയങ്കര സങ്കടം. അപ്പം സ്നേഹിച്ച് തീർക്കാനേ പറ്റൂ. ഇനി പരിഹാരം ചെയ്യണമെങ്കിൽ ഞാൻ സ്നേഹിച്ച് തീർക്കാനേ പറ്റൂ. അങ്ങനെ ക്രമേണ എനിക്കെല്ലാം അൺഇമ്പോർട്ടൻ്റ് ആവുകയാണ്. എൻ്റെ സ്വന്തം, എൻ്റെ അച്ചാച്ചൻ, അമ്മച്ചി, ആങ്ങളമാർ, വീട്ടിലെ സ്നേഹം, സമ്പത്ത്, എനിക്ക് നേടാവുന്ന ജോലി, എനിക്കിപ്പം കുറേ സ്വർണ്ണമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഓൾറെഡി. ഒരു 10-12 പവനോളം സ്വർണ്ണം അപ്പം തന്നെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇതൊക്കെ എനിക്കങ്ങ് ഒരു ഭാരമായിട്ട് തോന്നുക. പിന്നെ എനിക്കിതൊന്നും വേണ്ട. അപ്പം ഞാൻ ഓരോന്ന് അഴിച്ചു വെക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാത്തിനോടും കാരണം ഈശോ എനിക്ക് എല്ലാമായിട്ട് തീരുക. എനിക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ കാണുന്ന രീതി മാറി. ഞാൻ അവരോട് സംസാരിക്കുന്ന രീതികൾ മാറുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കും, നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഈശോ സ്നേഹമാണ്, ഈശോയാണ് രക്ഷകൻ. ഇതാ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ജീസസ് യൂത്തും ഒക്കെ ആയിട്ട് നടന്ന് പിന്നെ എൻ്റെ എക്സാമിൻ്റെ ടൈം ആവുകയാണ്. എക്സാമിൻ്റെ ടൈം ആയപ്പം എനിക്ക് പ്രാർത്ഥിക്കാനും ഞാൻ എൻ്റെ സിലബസ് ഒന്നും പഠിക്കാറില്ല. എനിക്ക് ബൈബിൾ വായിക്കാൻ, അതുപോലെ തന്നെ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് ഞാൻ വായിക്കുവാണ് ഒത്തിരി. അപ്പോൾ എല്ലാം കളഞ്ഞിട്ട് പോകുന്ന ഒരു ഫ്രാൻസിസ് അസീസി എനിക്ക് മോഡലാവുകയാണ്. അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കും, ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് വായിക്കും. ഇങ്ങനെ പോകുന്ന സമയത്താണ് എൻ്റെ എക്സാമിൻ്റെ ടൈം ആകുന്നത്. അപ്പം തൊട്ട് തലേ ദിവസം ഞാൻ ഹോൾ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് തെള്ളകത്ത് വന്ന് മേടിക്കണം. തെള്ളകത്ത് വന്ന് ഹോൾ ടിക്കറ്റ് മേടിച്ചപ്പം എനിക്ക് ചങ്ങനാശ്ശേരി NSS ആണ് എൻ്റെ സെൻറ്റർ കിട്ടിയിരിക്കുന്നത്. എനിക്ക് നിൽക്കാൻ ഒരു സ്ഥലമില്ല. പാലായിൽ നിന്ന് വന്ന് എക്സാം എഴുതാൻ പറ്റത്തില്ല. അപ്പം ഈ സ്കൂളിൻ്റെ നേരെ മുമ്പിൽ ഞാനൊരു പോസ്റ്റ് ഓഫീസ്, അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ പെടുവാണ്. എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാനിങ്ങനെ നോക്കുമ്പോൾ താഴെ പോസ്റ്റ് ഓഫീസ്. അവിടെ പോയി ഞാൻ ടെലിഫോൺ ഡയറക്റ്റ് ചോദിക്കുന്നു. ഡയറക്റ്റ് എടുത്ത് ഞാൻ എടുത്തിട്ട് ചങ്ങനാശ്ശേരി മറിച്ചപ്പം എനിക്ക് കിട്ടുന്നത് ചങ്ങനാശ്ശേരി, തോട്ടക്കാട്, രാജമറ്റം, അന്ന് ഉമ്പിടി എന്നറിയുന്ന ഉമ്പിടി DSJ കോൺവെൻറ്റ്. അപ്പോൾ തന്നെ ഞാൻ ഓക്കെ, ഒരു കോൺവെൻ്റ് അല്ലേ, സിസ്റ്റേഴ്സ് ആയാലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അക്കോമഡേഷനൊക്കെ തരും. ഞാൻ പെട്ടെന്ന് ഈ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു. ഇവിടുത്തെ അന്നത്തെ റീജിയണൽ സുപ്പീരിയർ ആയിരുന്ന സിസ്റ്റർ മേരി റോസ് ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ പറയും, പാലായിലുള്ളൊരു കുട്ടിയാണ്, എനിക്കിങ്ങനെ എക്സാം എഴുതാനായിട്ട് കുറച്ച് ദിവസം തരുമോ? സിസ്റ്റർ പറഞ്ഞു, അതിനെന്താ പോരെ, എന്നോട് വേറെ ഒന്നും ചോദിക്കുന്നില്ല, അതിനെന്താ മോളിങ് പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇവിടെ വരുമ്പം ഞാൻ ഈ ഹൗസിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല, എക്സാമാണ്. അപ്പോൾ എൻ്റെ തലയിൽ മുഴുവൻ ഞാൻ ഈ കോമ്പൗണ്ടിൽ വന്ന് കയറുമ്പോൾ അന്ന് ബുധനാഴ്ചയാണ്, യൗസപിതാവിൻ്റെ നാമത്തിലാണ്. ബുധനാഴ്ച സാധാരണ യൗസപിതാവിൻ്റെ ഓർമ്മയായിട്ടാണ് വിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കാം. വിശുദ്ധ ബലി തീരാറായി. അപ്പം ഞാനിങ്ങനെ വന്ന് ചാപ്പലിലോട്ട് കയറുമ്പോൾ അവിടെ ഒരു ഔസേപ്പിതാവിൻ്റെ ഒരു രൂപമുണ്ട്. ഒരു തച്ചൻ ഇങ്ങനെ കയ്യിലൊരു ചുറ്റിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു ഏപ്രിനൊക്കെ കെട്ടി, ഒരു പണിക്കാരൻ്റെ വേഷത്തിൽ, വേറെ ആകർഷണീയമൊന്നുമല്ല, തടിയിലുണ്ടാക്കിയ ഒരു രൂപമാണ്. എൻ്റെ കണ്ണ് ഈ ഔസേപ്പിതാവിലേക്കാണ് പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതുപോലെ, എന്തോ ഒരു ആകർഷണം ഉള്ളതുപോലെ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. എന്നിട്ട് ഞാൻ പള്ളിയിൽ പുറകെ പോയി നിന്നപ്പം സിസ്റ്റർ എന്നെ നോവിസ് മിസ്ട്രസ് ആയിട്ട് പിന്നീട് വന്ന സിസ്റ്റർ എന്നെ വന്ന് തോണ്ടിയിട്ട് പറഞ്ഞു, മോള് പോയി കുർബാന സ്വീകരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈശോയെ സ്വീകരിക്കാമല്ലോ, ലേറ്റായിട്ട് വന്നെങ്കിൽ ഞാൻ പോയി ഈശോയെ ഭയങ്കര ആഘോഷമായിട്ട് സ്വീകരിച്ചു. എക്സാം എഴുതാൻ പോയി. ആ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റി സ്ട്രൈക്ക് ഉണ്ടാവുകയാണ്. യൂണിവേഴ്സിറ്റി സ്ട്രൈക്ക് ഉണ്ടായിട്ട് ഞാനിവിടെ ഏതാണ്ട് 1.5 മാസത്തോളം ഇവരുടെ കൂടെ താമസിക്കേണ്ടി വന്നു. അപ്പം ആദ്യം എക്സാം മാത്രം സെൻറ്റർ ആയിരുന്നു. പിന്നെ എനിക്ക് ടൈമുണ്ട് പഠിക്കാൻ. അതുകൊണ്ട് ഞാനിങ്ങനെ സിസ്റ്റേഴ്സിനെ കാരണം അതിനു മുമ്പ് എൻ്റെ ചിന്ത, എനിക്ക് സിസ്റ്റേഴ്സിനെ അബ്സല്യൂട്ട്ലി എനിക്ക് ഇഷ്ടമില്ല. കാരണം ഒരു പ്രത്യേകതരം ജീവികൾ, ഇങ്ങനെ മുടിയൊക്കെ കെട്ടി തലയിലൊക്കെ തുണിയിട്ട് എന്തോ പ്രത്യേക സൃഷ്ടിയായിട്ട് എനിക്ക് ഒട്ടും ആകർഷണം തോന്നാത്തൊരു ഒരു ലൈഫാണ് സന്യാസ ജീവിതം എന്ന് പറയുന്നത്. ഞാനതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നല്ല, എനിക്ക് വെറുപ്പാണ്, എനിക്കിഷ്ടമില്ല. ഞാൻ ഏതായാലും അത് തിരഞ്ഞെടുക്കാനൊന്നും പോകുന്നില്ല. ഇത് തന്നെയായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. ഈശോയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെ ഈശോയാണ് ഏറ്റവും വലിയ ട്രഷറെന്ന് കണ്ടെത്തുമ്പോഴും എനിക്ക് ഈ ഒരു സന്യാസ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ ജീസസ് യൂത്തിൽ ആയിരുന്ന ആ സമയത്ത് 88 വേൾഡ് എവഞ്ചലൈസേഷൻ 2000 ജൂബിലി ഇയർ ആകുമ്പം വേൾഡ് എവഞ്ചലൈസേഷൻ എന്നൊരു മോട്ടോ അന്ന് ഹൈലൈറ്റ് ചെയ്തിരുന്നു. അപ്പം എൻ്റെ ഉള്ളിലുള്ള ചിന്തയും, അതായത് ഈശോയാണ് ഏകരക്ഷകൻ എന്നുള്ള അനുഭവവും,
അത് സ്നേഹമാണെന്നുള്ള ആ ഒരു വലിയ അനുഭവം കൂടി ഞാനിങ്ങനെ എൻ്റെ മനസ്സ് തിളച്ചു മറിയുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഇത് ഇതിങ്ങനെ ഇരുന്ന് ഈശോയുടെ കുരിശുരൂപത്തെ നോക്കിയിരുന്ന് ഇങ്ങനെ ഇവളുടെ ഇതിൽ ഈശോനെ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും, എൻ്റെ ഈശോ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വലിയൊരു ബോധ്യം ഇതാണ്: ഏറ്റവും വലുത് ഈശോയാണെന്ന് കണ്ടെത്തിയെങ്കിൽ, ഏറ്റവും വലിയ സ്നേഹം അതാണെന്ന് കണ്ടെത്തിയെങ്കിൽ, ഏറ്റവും വലിയ സമ്പത്ത് ഈശോയാണെന്ന് കണ്ടെത്തിയെങ്കിൽ, ഇനി മറ്റൊന്നിനുമല്ല എൻ്റെ ജീവിതം ഞാൻ എൻ്റെ ഈശോയ്ക്ക് കൊടുക്കും. എൻ്റെ ജീവിതം മുഴുവൻ ഇനി ഈശോയ്ക്ക് വേണ്ടിയാണ് എന്നൊരു തീരുമാനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതിശക്തമായിട്ട് വരുവാണ്. ഞാനത് ആ തീരുമാനത്തിൽ ഞാൻ ഉറയ്ക്കുവാണ്. യേശുവേ, നിന്നെ എൻ്റെ നാഥനായി സ്വീകരിക്കുന്നു.